Then ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി എന്താണ്? ഏതാണ്? അമൃതം. എന്താണ്? അമൃതമാണ്. എന്താണ്? അമൃതമാണ് അല്ലെ? ഓക്കെ. അടുത്ത് എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി ആരംഭിച്ച പദ്ധതി? ഏതാണ്? ആയുർദളം. എന്താണ്? സംഭവം ഉണ്ടോ? കേരളതളം. ആയുർദളമാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആയുർദളം. കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഏതാണ്? എടാ മക്കളെ ഒന്ന് ലൈക്ക് അടിച്ചേ. എന്താ ഇത്? എന്താ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത? ഞാൻ ഇത്രയും ഉത്തരവാദിത്വത്തോടെ തരുമ്പോ ഉഷസ്സാണ്. എന്താണ്? ഉഷസ്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററും കുടുംബശ്രീയും സംയുക്തമായി നടത്തുന്ന ക്യാൻസർ ബോധവൽക്കരണ പ്രതിരോധ പദ്ധതി ഏതാ മക്കളെ? ഏതാണ്? 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 സ്വസ്ഥം അല്ലെ? ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരിക. എന്താണ്? സ്വസ്ഥം അല്ലെ? മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഏതാണ് ആൻസർ? ആരാണ്? മോഹൻലാലാണോ മമ്മൂട്ടിയാണോ? മോഹൻലാൽ ആണെന്നാണ് പറയുന്നത്. ശരിയാണോ അതോ മമ്മൂട്ടിയാണോ? പറഞ്ഞേ, ഏതെങ്കിലും ഒന്ന് പറ. മമ്മൂട്ടി ഫാൻസ് ഒക്കെ മമ്മൂട്ടി പറയുന്നു, മോഹൻലാൽ ഫാൻസ് ഒക്കെ മോഹൻലാൽ പറയുന്നു. ഇവിടെ നിങ്ങള് ഫാൻസ് അല്ല ഇവിടെ ആവശ്യം, PSC ക്കാണ് വേണ്ടത്. പറഞ്ഞേ. അങ്ങനെ വരട്ടെ. മോഹൻലാൽ ആണ് അല്ലെ? എന്താണ്? മോഹൻലാൽ ആണ്. ഇവിടെ ഫാൻസിനല്ല കാര്യം, PSC ക്ക് പരീക്ഷയ്ക്ക് മാർക്കാണ് കാര്യം. നമുക്ക് ഫാൻസ് ഒക്കെ നമുക്ക് പിന്നെ നോക്കാം. ലാലേട്ടൻ തന്നെയാണ്, ഒരു സംശയമില്ല കേട്ടോ. സുഹൃതമല്ലേ മമ്മൂട്ടി? സുഹൃതം പദ്ധതി മമ്മൂട്ടി അല്ലേ? അതെ. ദയവ് ചെയ്ത് പരീക്ഷയ്ക്ക് ചോദ്യം ഫാൻസിന് വേണ്ടി മാത്രം നിങ്ങൾ ബബിൾ ചെയ്യരുത് കേട്ടോ. ഓക്കെ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ആരോഗ്യക്ഷേമ പദ്ധതി ഏതാണ് മക്കളെ? ഏതാണ്? ഏതാണ്? സ്നേഹസ്വാന്തനം. എന്താണ്? സ്നേഹസ്വാന്തനം. ക്ലിയറാണോ? സ്നേഹസ്വാന്തനം. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് രൂപീകരിച്ച സമഗ്ര രക്തദായിനി എന്താണ്? സമഗ്ര രക്തദാന പദ്ധതി ഏതാണ്? സുഹൃതം മമ്മൂട്ടി. ഏതാണ്? ജീവദായിനി. ഓപ്ഷൻ ബി ആണ് വരിക. എന്താണ്? ജീവദാനി ട്ടോ. അടുത്ത് അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികൾ. അതെങ്ങനെ അവിവാഹിതരായ അമ്മമാരുടെ അവരുടെ കുട്ടികളെയും? ഇത് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളെ. അയ്യോ, മൊത്തം ടെൻഷനായല്ലോ. ഈ ചോദ്യം വേണോ? സത്യമായിട്ട് എനിക്ക് എന്തോ ഒരു ടെൻഷൻ കയറും. ഞാൻ ആൻസറും പറയും, കറക്റ്റ് ആണ്. ഇങ്ങനെ പഠിച്ച ഓർമ്മയുണ്ട്, അതിന്റെ ഉത്തരവാദിത്തത്തിലാണ് ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇട്ടത്. ക്ഷമിക്കുക കേട്ടോ.
ശരിയാണെന്ന് എനിക്ക് അറിയില്ല, എങ്കിലും ഞാൻ പഠിച്ച ഓർമ്മയിൽ എനിക്ക് ശരിയാണ്. അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളെയും സലീം കുമാർ വായിക്കേണ്ട അവസ്ഥയാലോ. പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ശരിയാണ്. എന്താണ്? അങ്ങനെ പദ്ധതി ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്താണ്? സ്പർശമാണ്. അല്ലേ? അല്ലേ? എന്താണ്? സ്നേഹസ്പർശമാണ്. ക്ലിയർ ആണ്. ഞാൻ ഇന്ന് ചോദ്യം അവിടെ ടൈപ്പ് ചെയ്യാൻ കൊടുത്തപ്പോ വളരെയധികം എന്നോട് ഒരുപാട് പേര് ഈ ചോദ്യവുമായിട്ട് വന്നു. അപ്പൊ എനിക്ക് കൺഫ്യൂഷൻ ആയി. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. ശരിയാണ് ഈ ഉത്തരം എന്ന് അവിടെ പറഞ്ഞു. ക്ലിയർ ആണോ? പറയാൻ പറ്റില്ല. നിങ്ങളുടെ വായി തുറക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് വേണം തുറക്കാൻ. എന്തെങ്കിലും ആയാലും നിങ്ങൾ എന്നെ ട്രോളും. അങ്ങനെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അല്ലേ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പുതുക്കിയ പേര് എന്താണ്? എന്താണ്? കല്യാണം കഴിക്കാത്ത അമ്മറങ്ങണി അമ്മമാരുണ്ടോ? എന്താണ്? PM പോഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 51ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോവിഡ് കാലത്ത് എന്താ അടുത്ത ചോദ്യം? നമ്മുടെ LDC കാരെ ഇങ്ങനെ സൂപ്പർ ആക്കിയിട്ടുണ്ട്. അപ്പൊ ലാലേട്ടൻ കയറി വന്നിട്ടുണ്ട്. ക്രാഷ് ബാച്ച് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ തന്നെയായിരിക്കും ക്രാഷ് ബാച്ചിൽ ഉണ്ടാവുക കേട്ടോ. കോവിഡ് കാലത്ത് ദുരിതം അനുഭവിച്ച ഭിന്നശേഷിക്കാരെയും അവരുടെ രക്ഷിതാക്കളെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആശ്രയ കേന്ദ്രങ്ങൾ ആരംഭിച്ച കേരള സർക്കാർ പദ്ധതി എന്താണ് മക്കളെ? ഏതാണ് ആൻസർ വരിക? സഹജീവനം. എന്താണ്? സഹജീവനം ട്ടോ. ഇത് നമ്മളെ ഈ ഒരു ചാനൽ നമ്മള് ആ ഒരു പോസിറ്റീവായിട്ട് എടുക്കുക കേട്ടോ. ഇതിലെ കമന്റ്സുകളൊക്കെ ആരും നെഗറ്റീവായിട്ടൊന്നും എടുക്കണ്ട കേട്ടോ. പല പല സിറ്റുവേഷനിലും പല രീതിയിലും ചിന്തിക്കുന്നവരുണ്ടാവും. ഈ ഒരു നമ്മുടെ ഈ ക്ലാസ് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ആണ്. ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ആണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലക്സുകളോ പ്രശ്നങ്ങളോ പാടില്ല. കാരണം നമ്മളൊക്കെ ഓരോ സ്റ്റേജില് എല്ലാവരും ചെറിയ സ്റ്റേജ് ഉണ്ടാവും, വലിയ സ്റ്റേജ് ഉണ്ടാവും, ഓരോ തരത്തിൽ നിന്ന് വരുന്നവരാണ് അല്ലെ. അപ്പൊ ആ ഒരു സെൻസിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നമ്മൾ നമ്മളുടെ വീട്ടിലൊക്കെ തമാശ പറയുന്ന രീതി എങ്ങനെയാണ് ആ ഒരു സെൻസിൽ നിങ്ങൾ എടുത്താൽ മതി. നമ്മൾ എന്താണ്? നമ്മൾ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ആണ്, സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ആണ്. നമ്മളുടെ മെയിൻ മോട്ടോ എന്താണ്? നമ്മളുടെ പാഷൻ എന്താണ്? ഒരു ജോലി മേടിക്കുക. എന്ത് ജോലിയാണ്? ഒരു പ്രൈവറ്റ് ജോലിയാണോ? അല്ല, ഒരു ഗവൺമെന്റ് എംപ്ലോയി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സർവീസ് ആകുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ക്ലിയർ ആണോ? അപ്പൊ ആ ഒരു സെൻസിൽ കണ്ടാൽ മതി മക്കളെ കേട്ടോ. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ആ ഒരു സെൻസിൽ എടുത്താൽ മതി. ഇവിടെ ഒന്നും ആരും എന്റെ ക്ലാസ്സിൽ കയറി വരുന്ന ആരാണെങ്കിലും ഫ്രീ ആയിട്ട് വരിക, ഫ്രീ ആയിട്ട് പഠിച്ചിട്ട് പോവുക. അതാണ് എന്റെ മോട്ടോ. എന്താണ്? ഫ്രീ ആയിട്ട് വരിക, ഫ്രീ ആയിട്ട് പഠിച്ചിട്ട് പോവുക. അല്ലാതെ ഇവിടെ വേറെ ഒരു സംസാരമില്ല. പിന്നെ എയിംസിനെ കുറിച്ച് പറയാൻ ഞാൻ ബാധ്യസ്ഥരാണ്. അത് എന്റെ എയിംസ് ആണ്. അപ്പൊ അതിലെന്ത് ചെയ്യുക? അത് പറയാൻ ഞാൻ 100% ഉത്തരവാദിത്വം ഉള്ളതാണ്. അത് ഞാൻ പറയുന്നതിനും അതിൽ അഡ്മിഷൻ എടുക്കേണ്ട ഉത്തരവാദിത്വം എന്റെയാണ്. കാരണം എനിക്ക് അതിലൊരു ലക്ഷ്യമുണ്ട്. പേടി ചെയ്താൽ അവരെ ജോലിയിലേക്ക് കയറ്റുക എന്നൊരു ലക്ഷ്യം. ക്ലിയർ ആണോ? ഓക്കെ. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏത്? ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ. സശ്രദ്ധമാണ്. ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണോ? അപ്പൊ 53 ചോദ്യങ്ങൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. അങ്ങനെ അടുത്തതിലേക്കാണ് നിങ്ങൾക്കുള്ള 8ന്റെ പണിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണ്? ഓപ്ഷൻ ഇല്ലാത്ത ചോദ്യങ്ങളാണ്. ബിക്കോസ് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യങ്ങൾ പഠിച്ചു പോകണം. പരീക്ഷയ്ക്ക് ഓപ്ഷൻ തന്നിട്ട്
കൺഫ്യൂസ്ഡ് ആക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ടാർഗറ്റിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ക്ലിയർ ആണോ? ഒന്നുമില്ല, ഇനിയുള്ള ചോദ്യങ്ങൾ നമ്മൾ ബയോളജി സെക്ഷൻ എന്നൊക്കെ വരാൻ കൂടുതൽ ചാൻസ് ആണ്. ഓക്കെ ആണോ? അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഓപ്ഷൻ തരാതിരുന്നത്. പഠിച്ചിട്ട് പോയാൽ മതി, അത്രേ എനിക്കുള്ളൂ. സ്കൂളുകളിൽ ചേരുകയും രോഗാവസ്ഥ കാരണം സ്കൂളിൽ തുടർന്ന് പോകാനാകാത്ത ഭിന്നശേഷി കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടും രോഗപരിചരണം ലക്ഷ്യമിട്ടുള്ള പദ്ധതി. ഒന്ന് ലൈക്കും കമന്റും അടിച്ചേ. ഏതാണ്? സ്പേസസ്. എന്താണ്? സ്പേസ് ആണ് കേട്ടോ. എന്താണ്? സ്പേസ് ആണ്. എന്താണ്? സ്പേസ് ആണ്. ഒന്ന് പഠിച്ചു നോക്കേ. എന്താണ്? സ്പേസ് ആണ്. ദെൻ ദൃഷ്ടി പദ്ധതി ഏതു രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സയൻസിൽ ചോദിക്കും, ദൃഷ്ടി പദ്ധതി ഏതു രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ലിയർ ആണോ? എടാ ഒരു ലൈക്കൊക്കെ തന്നൂടെ നമുക്ക്? എന്തിനാ മക്കൾ ഇങ്ങനെ ടെൻഷൻ ആക്കുന്നത്? തന്നൂടെ? ഏത് രോഗവുമായിട്ടാണ്? ഗ്ലൂക്കോമ ട്ടാ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ബയോളജിന്ന് ചോദിക്കും. നിങ്ങൾക്ക് ബയോളജിന്ന് കറണ്ട് അഫയേഴ്സ് ഇല്ലേ? ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ തരാതിരുന്നത്. അതൊന്ന് കാരണം രണ്ടാമത്തെ ഓപ്ഷൻ വെക്കാൻ സമയമില്ല. പട്ടികജാതി പട്ടികവർഗ എന്താണ്? ബാക്കി വായിച്ചേ. എന്താണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കുള്ള ശാക്തീകരണം ഏതാണ്? കാരണം ഞാൻ പറയാ എന്തുകൊണ്ടാണ് ഓപ്ഷൻ തരാത്തത്. എക്സാമിന് ചോദിച്ചാൽ ഞാൻ ഈ എഴുതണമെന്നും നിങ്ങൾ ടൈപ്പ് ചെയ്യണമെന്നും അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ കണ്ട ഉറപ്പായിട്ട് കിട്ടും. അല്ലെങ്കിൽ 4 ഓപ്ഷൻ കണ്ട അതാണോ ഇത്, ഇതാണോ അത് വരെ നമ്മൾ തെറ്റിക്കും. മനസ്സിലായോ? ഉന്നതി. എന്താണ്? ഉന്നതി. എന്താണ്? ഉന്നതി. ക്ലിയർ ആണോ? ഒരെണ്ണ ആൻസർ പറഞ്ഞില്ല. ദെൻ പ്രസവശേഷം അമ്മയും അങ്ങനെ കൊടുക്കില്ലേ? ഓക്കെ. അതിജീവിതകൾക്ക് അഭയവും കരുത്തും നൽകാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ഏതാണ്? ഏതാണ്? സ്നേഹിത. എന്താണ്? സ്നേഹിത. എന്താണ്? സ്നേഹിത. പറഞ്ഞേ ഒന്ന്. എല്ലാവരും അറിഞ്ഞവരും അറിയാത്തവരും കമന്റ് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ടൈപ്പിംഗ് ആണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ബബിൾ ചെയ്യാൻ പറ്റുന്നതും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം എന്താണ്? അയ്യോ. ദെൻ അവിവാഹിതരായ സ്ത്രീകൾക്ക് വരുമാന മാർഗം കണ്ടെത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ സ്വയം തൊഴിൽ വായ്പാ പദ്ധതി എന്താണ്? അവിവാഹിതർ വീണ്ടും വരുന്നുണ്ട് അല്ലെ? അവർക്ക് സ്ത്രീകൾക്ക്, പക്ഷെ കുട്ടികളെ പറയുന്നില്ല. വരുമാന മാർഗം എന്താണ്? ശരണ്യ. എന്താണ്? ശരണ്യാണവ. എന്താണ്? ശരണ്യാണവ. ക്ലിയർ ആണോ? അല്ല, ആണ്, ഉറപ്പാണ്. ശരണ്യ തന്നെയാണ്. ഞാൻ വായിച്ചതാണ്. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഭിന്നശേഷിക്കാരായ തൊഴിൽ രഹിതരുടെ സമഗ്ര തൊഴിൽ പുനരധിവാസം ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഏതാണ് പദ്ധതി? ഏതാണ്? കൈവല്യ. എന്താണ്? നാളെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ആരെങ്കിലും പറയാണ്ടിരിക്കും. ഏതാണ്? കൈവല്യ. എന്താണ്? കൈവല്യ. ദെൻ ഭിന്നശേഷി വിഭാഗങ്ങളുടെ കുറെ ഭിന്നശേഷി വരുന്നുണ്ട് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമിട്ട് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? ഏതാണ് പദ്ധതി? സഹജീവനം. എന്താണ്? എന്റെ മക്കൾക്ക് ആൻസർ ഒക്കെ അറിയുന്നുണ്ട് അല്ലെ? സഹജീവനം. എന്താണ്? സഹജീവനം.
ആണോ? ആണോ? ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനവും ക്ഷേമവും ശാക്തീകരണം ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഏതാണ് പദ്ധതി? ഏതാണ്? അനുയാത്ര. എന്താണ്? അനുയാത്ര. ക്ലിയർ ആണോ? ഈ നാളെ മാറിപ്പോണ്ട കേട്ടോ. ഭിന്നശേഷിക്കാർക്കായി സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? 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 സമഗ്ര. എന്താണ്? സമഗ്ര. ക്ലിയർ ആണോ? ട്രാൻസ്ജെൻഡേഴ്സ് തുടർ വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? 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 സമന്വയ. എന്താണ്? സമന്വയ കേട്ടോ. പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് സഹായം നൽകുന്ന സർക്കാർ പദ്ധതി എന്താണ്? അവർക്ക് എന്ത് കഴിയും? എന്ത് കിട്ടും? എന്ത് സോറി ട്ടോ, എന്നോട് ക്ഷമിക്കുക. ശരിയാണല്ലോ അല്ലെ? ഓ, പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നവർക്ക് എന്താണ്? സഫലമാണ്. എന്താണ്? സഫലമാണ്. എന്താണ്? സഫലം. അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകുക കേട്ടോ. എന്താണ്? സഫലമാകുകയാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികളെ നേർവഴിക്ക് നയിക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി എന്താ മക്കളെ? എന്താണ്? എന്താണ്? കാവൽ. എന്താണ്? കാവൽ. എന്താണ്? കാവൽ. തമിഴൊക്കെ കാവൽ പറഞ്ഞ എന്താണ്? പോലീസാണ് അല്ലെ? യുവാക്കൾക്ക് വിവിധ സേനാ വിഭാഗങ്ങളിൽ തൊഴിൽ നേടാൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി. ഒരു എക്സാമിന് ചോദിച്ചാണ്ട് ഇത്. അപ്പൊ നമ്മൾ വിചാരിക്കും കൊല്ലം ജില്ല അതിനെ പഠിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? അതും കാവൽ തന്നെയാണ് കേട്ടോ. അതും കാവലാണ് കേട്ടോ. അതും കാവലാണ് കേട്ടോ. അതും കാവൽ തന്നെയാണ് കേട്ടോ. അടുത്ത ചോദ്യം. കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ കേരള പോലീസിന്റെ ബോധവൽക്കരണ പദ്ധതി. ഏതാ ആൻസർ വരിക? കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ കേരള പോലീസിന്റെ ബോധവൽക്കരണ പദ്ധതി ഏതാണ്? മാലാക. എന്താണ്? മാലാക. എന്താണ്? മാലാക. ക്ലിയർ ആണോ? ശൈശവ വിവാഹം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. പൊൻവാക്ക്. എന്താണ്? പൊൻവാക്ക് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, തെറ്റിക്കണ്ട കേട്ടോ. ഒന്ന് ഊന്നൽ കൊടുത്ത് പഠിച്ചാൽ കിട്ടും. ഞാൻ ഞാളെ നോക്കട്ടെ, ഒരിക്കലും ചോദ്യം ചോദിക്കാം. ബാലചൂഷണം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. ശരണ്യബാല്യം. എന്താണ്? ശരണ്യബാല്യം. ശരണ്യബാല്യം. ക്ലിയർ ആണോ? അശരണരായ അല്ലെ വിധവകൾക്ക് സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം അനുവദിക്കുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്?
അതാണ് എന്താണ് അഭയകിരണം. എന്താണ് അഭയകിരണം? എന്താണ് അഭയകിരണം? അഭയകിരണം. വലുതാക്കി എഴുതുന്ന ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? കാണാൻ ചന്തമില്ലേ? ഓർക്കില്ലേ പെട്ടെന്ന് പരീക്ഷയ്ക്ക് വന്നാ? ഓർക്കുവോ? ചെറുതാക്കി എഴുതിയാൽ മതി. ഓ കുഴപ്പമില്ലല്ലോ, എനിക്ക് അത്രയും നന്നായി എന്റെ ഹാൻഡ് റൈറ്റിംഗ്. അന്യ സംസ്ഥാന തൊഴിലാളികളെ മലയാളം അക്ഷരങ്ങൾ പഠിപ്പിക്കാനുള്ള പദ്ധതി എന്താണ്? പദ്ധതി ഏതാണ്? ഇങ്ങനെ മതിയാ? മതിയോ? ചങ്ങാതിയാണ്. എന്താണ്? ചങ്ങാതിയാണ്. എന്താണ്? ചങ്ങാതിയാണ് കേട്ടോ. അങ്ങനെ ഇട്ടരാ കേട്ടോ. ഓക്കെ ആണോ? കേരളത്തെ ദത്തെടുക്കൽ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ എന്താണ് ശിശുക്ഷേമ സമിതി സംഘടിപ്പിച്ച പരിപാടി? എന്താണ്? താരാട്ടാണവ. എന്താണ്? താരാട്ടാണവ. എന്താണ്? താരാട്ടാണവ. ക്ലിയർ ആണോ? താരാട്ടാണ്. ക്ലിയർ ആണോ? സർക്കാരിന്റെ ഡിജിറ്റൽ സേവനങ്ങളെല്ലാം ഒരുമിച്ച് പ്ലാറ്റ്ഫോമിലാക്കാൻ വേണ്ടി കൊണ്ടുവന്ന പോർട്ടൽ എന്താണ്? ഈ സേവനം. എന്താണ്? ഈ സേവനം ട്ടോ. എന്താണ്? എനിക്കൊക്കെ എഴുതാൻ അറിയും, പിന്നെ ഞാൻ വേണ്ട പറഞ്ഞിട്ടാണ്. മനസ്സിലായി? ഞാനൊക്കെ സൂപ്പർ ആയിട്ട് എഴുതും ട്ടോ. ഈ സേവനമാണ്. എന്താണ്? ഈ സേവനമാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അങ്ങനെ പിന്നെ ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? എന്താണ്? സ്നേഹഹസ്തം. എന്താണ്? സ്നേഹഹസ്തം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 77ാമത്തെ ചോദ്യം എന്താണ്? 77ാമത്തെ ചോദ്യം പറഞ്ഞേ. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി? എഴുപത്തിയേഴാമത്തെ ചോദ്യം പറഞ്ഞേ. 76 എവിടെയെന്നോ? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ബാധിതരെ സഹായിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഏതാണ് പദ്ധതി? പെട്ടെന്ന് ആൻസർ ചെയ്തേ.
ഏതാണ് പദ്ധതി? പെട്ടെന്ന് ആൻസർ ചെയ്ത്. ഏതാണ്? ഏതാണ്? 76ാമത്തെ. സംസ്ഥാനത്തെ എൻഡോസൾഫാൻ രോഗിതരെ സഹായിക്കാനുള്ള കേരള സർക്കാർ പദ്ധതി. മകളെ ഒരു മിനിറ്റ് കേട്ടോ. ഏതാണ് ആൻസർ? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ രോഗികളെ സഹായിക്കാൻ കേരള സർക്കാർ പദ്ധതിയാണ് സ്നേഹസ്വാന്തനം. എന്താണ്? സ്നേഹസ്വാന്തനം. എന്താണ്? സ്നേഹസ്വാന്തനം. ക്ലിയർ ആണോ? വായുവിലൂടെ പകരുന്ന എന്താണ് രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തൂവാല സ്പർശം. അല്ലെ? തൂവാല സ്പർശം. കേരള സർക്കാരിന്റെ ടെലിമെഡിസിൻ പദ്ധതി ഏതാണ്? കേരള സർക്കാരിന്റെ ടെലിമെഡിസിൻ ഇ സഞ്ജീവിനി. എന്താ മക്കളെ? ഇ സഞ്ജീവിനി. എന്താണ്? ഇ സഞ്ജീവിനി. ക്ലിയർ ആണോ? 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ വളർച്ചാ പ്രശ്നങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി ആയുർവേദ ചികിത്സാ വിധികളിലൂടെ പരിഹരിക്കുന്നതിന് ലക്ഷ്യമിട്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? സ്നേഹധാര. എന്താണ്? സ്നേഹധാര. കുഷ്ഠരോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരംഭിച്ച മെഡിക്കൽ ക്യാമ്പയിൻ എന്താണ്? സ്പർശാണ്. എന്താണ്? സ്പർശാണ്. ക്ലിയർ ആണോ? കുഞ്ഞുങ്ങൾ ജന്മനാലുള്ള ഹൃദയ വൈകല്യം കണ്ടെത്തി സൗജന്യമായി ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം. അല്ലെ? ഈ സെക്ഷനൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ തരാതിരുന്നത്. ഇതെന്താണ്? ഏതാണ്? ടൈപ്പ് 1 പ്രമേയം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കുമുള്ള സമഗ്ര ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് മിഠായി. അല്ലെ? മുട്ടായി എന്നൊക്കെ നമ്മൾ പറയും. മിഠായാണ് പദ്ധതി. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കണ്ട. പേര് വിളിച്ച് ചോദിക്കും. തെറ്റിയ എല്ലാ ഇമ്പോസിഷൻ എഴുതിക്കോ. ജന്മനായുള്ള ഹൃദയ വൈകല്യം. അല്ലെ? മറ്റും ഗുരുതര രോഗങ്ങളും കഷ്ടപ്പെടുന്ന 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതി എന്താ മക്കളെ? ഏതാണ്? താലോലം. എന്താണ്? താലോലം. എന്റെ എഴുത്ത് കാണുമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഓർമ്മ വരണേ ദൈവമേ. അല്ലെ? പിന്നെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? അതാണ് നമ്മൾ പറഞ്ഞ ശലഭം വഴിമാറുമാ. അതല്ലേ? അപ്പൊ ആ ശലഭമാണ്. അല്ലെ? എന്റെ പാട്ട് കേട്ട് നിങ്ങൾ ഒരുപാട് മറന്നു പോണ്ട. ഇതാണ് അതിന്റെ ആൻസർ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി എന്താണ്? അതാണ് ആവാസ്. എന്താണ്? ആവാസ്. എന്താണ്? ആവാസ്. ക്ലിയർ ആണോ? എല്ലാവർക്കും നേത്ര ആരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പദ്ധതി എന്താ മക്കളെ? നേർക്കാഴ്ച. എന്താണ്? നേർക്കാഴ്ച. എന്താണ്? നേർക്കാഴ്ച.
തെറ്റിക്കും എന്റെ മക്കളെ, തെറ്റിക്കാൻ പാടില്ല കേട്ടോ. നേർക്കാഴ്ച. ദെൻ സംസ്ഥാനത്തെ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. എന്താണ്? പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. എന്താണ്? അല്പം ശ്രദ്ധ അല്പം ആരോഗ്യം, വേറൊന്നുമില്ല കേട്ടോ. നമ്മൾ എന്ത് ചെയ്യാ? ഈ രോഗങ്ങളൊക്കെ എന്ത് ചെയ്യാ? ശ്രദ്ധിക്കുക, അല്പം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അല്പം ആരോഗ്യം ഉറപ്പ്. നമ്മൾ അല്പം ശ്രദ്ധിച്ചാൽ നമുക്ക് ആരോഗ്യം അങ്ങനെ ഉറപ്പായിട്ടും കിട്ടും. ക്ലിയർ ആണോ? കുറഞ്ഞ ചെലവിൽ ഫലപ്രദമായ വന്ധ്യതാ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി എന്താണ്? ജനനി പദ്ധതി. എന്താണ്? ഇങ്ങനൊരു പദ്ധതി ഉണ്ടോ? ഹോമിയോപതി ട്ടാ, ജനനി പദ്ധതി. ക്ലിയർ ആണോ? മുഴുവൻ സമയം പരിചരണം ആവശ്യമുള്ള രോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ഏതാണ്? ആശ്വാസ കിരണം. എന്താണ്? ആശ്വാസ കിരണം.